ഗ്യാസ് ഓണാക്കിയിട്ട് പാൻ വെക്കുക. പാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഒരു 2-3 തരി ഉലുവ, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില തലേ ദിവസം തന്നെ നമ്മൾ വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മൂത്ത് വന്നിരിക്കുന്ന ഈ പരിപ്പിലേക്ക് ഒരു 2 പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന ഈ ഒരു ടൈം ഇത്രയും മതി. ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. ഒരു 2-3 ചെറിയുള്ളി, ഒരു ചെറിയ പീസ് വാളംപുളി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പാനിൽ കിടന്ന് പെട്ടെന്ന് ഈ തേങ്ങയുടെ കൂടെ ഫ്രൈ ആയിട്ട് വരും. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 2-3 വറ്റൽമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകല്ല, നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴേക്കും മുളകൊക്കെ മൂത്തൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നിരത്തിയിടാം. ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ചമ്മന്തിയൊക്കെ അരച്ചെടുക്കണ ആ ഒരു ജാറിലിട്ടാൽ ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അതിന് ശേഷം ഒന്ന് പൾസ് മോഡിലിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് പൗഡറാക്കി എടുക്കുക. പൗഡർ എന്ന് വെച്ചാൽ ഒരുപാട് നൈസാക്കി എടുക്കരുത്, ഒരു ചെറിയ തരിയോട് കൂടിയിട്ടുള്ള രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട്. അതിനുശേഷം ഒട്ടും നനവില്ലാത്ത കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൗഡറിൻ്റെ ഒരു നൈസ് പൗഡർ പോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിയായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അതല്ല ചെറിയൊരു നനവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. അതിനുശേഷം നമുക്ക് അടച്ച് സൂക്ഷിക്കാം. 1-2-3 ദിവസം വരെയൊക്കെ പുറത്തിരുന്നോളും. അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ള സമയത്ത് ദോശയ്ക്കോ ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ചമ്മന്തി കഴിക്കാൻ നിർബന്ധമുള്ളവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക്